ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉലുവച്ചീര കൊണ്ടുള്ള ഒരു പറാത്തയും പിന്നെ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കെട്ട് ഉലുവച്ചീരയാണ് വാങ്ങി വെച്ചേക്കണത്. അതിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഉരുളൻകിഴങ്ങും 4 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് നന്നായി കഴുകി ഒന്ന് നടുകെ കീറിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ കൊടുത്ത് ഉരുളൻകിഴങ്ങ് നന്നായി വെന്ത് കിട്ടും. നല്ലോണം വേവണം കേട്ടോ. അപ്പോൾ നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം. ഞാനിവിടെ ഉലുവയെല്ലാം നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളി കേട്ടോ. അപ്പോഴേക്കും ഉരുളൻകിഴങ്ങ് വെന്തു, നന്നായിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആട്ട എടുക്കാം. ഒരു 2.5 കപ്പ് ആട്ടയാണ് ഞാൻ പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ മല്ലിയിലയും നന്നാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചു. ഇനി അത് നമുക്ക് ഈ ആട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആട്ടയിലേക്ക് നമ്മൾ ഉലുവയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു 2 ടീസ്പൂണോളം റീഫൈൻഡ് ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ റീഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്ത്. പിന്നെ ഒരു സ്പൂൺ അയമോദകം ഒന്ന് തിരുമ്പി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. അതിൻ്റെ ചൊയ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചേർക്കണ്ട. പിന്നെ കുറച്ച് മല്ലി ഇല്ലേ, കുറച്ച് മല്ലി ഒരു 5-6 മണി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ വെള്ളം ചേർത്ത് കുറേശ്ശെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളം അധികമാവും. വെള്ളം അധികമായി കഴിഞ്ഞാലും പരത്താൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുക. ഇലയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ പശിമ നല്ലോണം ഉണ്ടാവുമല്ലോ, അത് കാരണം ഇതുപോലെ നല്ലോണം കുഴച്ച് നമുക്കൊരു പാത്രത്തിൽ വെച്ച് അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് അടച്ച് വയ്ക്കുക. ഇനി അവിടെ ഉരുളൻകിഴങ്ങ് നന്നായി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഉരുളൻകിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ആദ്യം നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലാണ് ചീഞ്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ജീരകം നന്നായി പൊട്ടി. അപ്പോൾ 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളകും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുത്ത് ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തക്കാളി വഴന്ന് കിട്ടും. പിന്നെ അതിലേക്ക് ഞാൻ 2-3 കരയാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ കരയാമ്പൂവിന് നല്ലൊരു മണമുള്ള നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുവിധം അങ്ങനെ പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിൽ ഉള്ളിയൊന്നും വേണ്ടാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഈ കറി തയ്യാറാവും. പിന്നെ നമ്മളതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ച് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ആ കിഴങ്ങൊന്ന് ഫ്രൈ ആവുന്നവരെ ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ആ സമയത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചോളൂ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ടേ നന്നായി കുറുകി വരും. അപ്പോൾ സ്റ്റൗ മീഡിയത്തിലേക്ക് വയ്ക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ കറി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല നിറം വന്നു. കറി നന്നായിട്ട് കുറുകയും ചെയ്തു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി. ഇനി നമുക്ക് മേത്തി പറാത്ത ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്നും കൂടി നന്നായിട്ട് കുഴയ്ക്കുക. ഒരു 2 മിനിറ്റ് നേരം നിന്ന് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ സോഫ്റ്റ് ആവണം. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഉരുട്ടി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണം അതേപോലെ തന്നെ പതുക്കെ പരത്തിയെടുക്കുക. പക്ഷേ പൊട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ഇലയുള്ളതുകൊണ്ട് ആട്ട കുറച്ചും കൂടി സോഫ്റ്റാണ്. അപ്പോൾ പതുക്കെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇവിടെ ചട്ടി ചൂടാവുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീ നമുക്ക് മീഡിയത്തിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെറിയ കുമിളകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്തു. വീണ്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. റീഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കണത്.
നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇത് പതുക്കെ പതുക്കെ അമർത്തി കൊടുക്കുക. നല്ലോണം അമർത്തി കൊടുത്തിട്ട് ഈ സൈഡിലും കുറച്ച് നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിഭാഗം നന്നായി വെന്ത് കാണും. ഇനി നമുക്ക് തിരിച്ചിട്ട് പതുക്കെ അമർത്തി രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മേത്തി പൊറോട്ട ഒരുവിധം നല്ലോണം വെന്ത് മൂത്ത് വന്നു. ഇനി നമുക്ക് അത് വാങ്ങിയെടുക്കാം. കണ്ടില്ലേ, നല്ല നിറം വന്നു. ഇനി വാങ്ങിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പൊറോട്ട ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം നന്നായിട്ട് പരത്തി ചട്ടിയിലിട്ട് തീ ഒട്ടും കൂട്ടി വയ്ക്കാതെ രണ്ട് സൈഡിലും നെയ്യൊക്കെ പുരട്ടി കൊടുത്ത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് സൈഡെല്ലാം അമർത്തി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മേത്തി പൊറോട്ടയും ഉരുളൻകിഴങ്ങ് കറി കേട്ടോ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.